ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഇന്ത്യയിലാണ്. പക്ഷെ ഞാൻ നാളെയോ 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇന്ത്യ വിട്ട് ജർമ്മനിയിലേക്ക് പോവുകയാണ്. പപ്പ ഹാപ്പിയാണോ? പപ്പ ഹാപ്പി ഒന്നുമല്ല, പപ്പ സാഡാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതിന്. പപ്പയുടെ കണ്ണിലുണ്ണിയായ മോളല്ലേ ഇവിടുന്ന് പോകുന്നത്. പപ്പയ്ക്ക് പപ്പയുടെ 3 പേരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ല എന്നെയാണെന്ന് പറഞ്ഞു ഗൈസ്. ഞാൻ യൂട്യൂബിലും അപ്പോൾ അവർ രണ്ടുപേരും കാണും. പപ്പയുടെ പ്രിയപ്പെട്ട കുട്ടി ഞാനാണ്. ഇതാണ് നമ്മുടെ വീടൊക്കെ കേട്ടോ. ഇനി വീടൊക്കെ മിസ് ചെയ്യും. ഇവൾ അയർലൻഡിലാണ് പോകുന്നത്. പക്ഷേ ഇവൾ എന്നെക്കാണ് ജർമ്മനിയിൽ വരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് കണ്ടറിയാൻ വരുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ശരി ഗൈസ്, ബൈ. ഹലോ എവ്രി വൺ. അപ്പോൾ എൻ്റെ കുറച്ച് പ്രഹസനത്തിന് ശേഷം നമുക്ക് മുന്നോട്ട് പോവാം. സോ ഞാൻ ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോവാണ് ഫോർ മൈ PhD. വൂസ്ബർഗ് എന്ന് പറയുന്നത്, അത് പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്നൊന്നും അറിയത്തില്ല, ആ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. സോ പെട്ടി ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചു. പെട്ടിയൊക്കെ ഓൾറെഡി 2 വീക്സ് ആയപ്പോൾ തന്നെ ഓൾറെഡി പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ കാറിലോട്ട് കൊണ്ടുവെക്കുകയാണ്. ഈ കാറിൽ ടോട്ടൽ 5 പെട്ടിയാണ് നമ്മൾ വെച്ചത്, ഓരോ വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. ആദ്യമായിട്ട് മീൻസ് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ദൂരെ പോകുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ഐസറിൽ തന്നെ പോകുമ്പോൾ ഞാൻ എപ്പോഴും കരഞ്ഞിട്ടാണ് പോവുക. ഞാൻ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാവും. പപ്പേനെ അമ്മേനെയും ഒക്കെ മിസ് ചെയ്യും. പിന്നെ അനിയനാണെങ്കിൽ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അവൻ സെൻറ്റ് സ്റ്റീഫൻസിലായിരുന്നു. അതുകൊണ്ട് അവനെ കാണാൻ പറ്റിയില്ല പോയപ്പോൾ. പിന്നെ ഞാൻ ചേച്ചിയുടെ കൂടെയാണ് ദോഹ വരെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം ഇൻ്റർനാഷണൽ അങ്ങോട്ട് ആദ്യമായിട്ടല്ലേ കയറുന്നത്. അപ്പം അവളെല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നുണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഖത്തർ എയർലൈൻസിലാണ് ഞാൻ പോയത്. എന്നോട് ചോദിച്ചത് എന്തിനാണ് പോകുന്നത്, എന്നോട് എന്തോ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ചോദിച്ചു. പക്ഷേ ഞാൻ ഫീസ് അടയ്ക്കുന്നില്ലല്ലോ, PhDക്കല്ലേ പോകുന്നത്. അപ്പം ഞാനത് അവരോട് പറഞ്ഞു. പിന്നെ അവർ വിസയൊക്കെ നോക്കി ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ദോഹയിലെത്തി കഴിഞ്ഞ് ഭയങ്കര വിഷമം. കാരണം ചേച്ചീനെ ഇവിടെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അവൾ എനിക്കെല്ലാ നിർദ്ദേശങ്ങളും തരാണ്, ചെന്നിട്ട് വിളിക്കണമെന്നൊക്കെ. പിന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ വിഷമം ഉണ്ടാവുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി ഒറ്റയ്ക്ക് ചെയ്യണം, ആരും കൂടെ ഉണ്ടാവില്ല. അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു ആ മൊമെൻറ്റിൽ. പിന്നെ ഞാൻ സെക്കൻഡ് ഫ്ലൈറ്റിൽ കയറി, ഫ്രാങ്ക്ഫർട്ടിലോട്ടുള്ള ഫ്ലൈറ്റിൽ. അതിൽ മൂവീസൊക്കെ എന്തെങ്കിലും ഗെയിംസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച. പക്ഷെ എനിക്ക് തലേദിവസം 2 ദിവസം മുന്നേ ഇയർ ഇൻഫെക്ഷൻ ആയതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് എത്തി. പിന്നെ അവിടുന്ന് വൂസ്ബർഗിലോട്ട് ട്രെയിൻ കയറിയാണ് പോകേണ്ടത്. ആ യാത്ര അത്രയ്ക്ക് സുഖകരമല്ലായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ പേരുണ്ട്. അവരോടൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഇനി അടുത്ത വിശേഷങ്ങൾ വരുന്നത് വരെ ടിൽ ദെൻ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്.